ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്ന പരിപ്പേറിയുടെ റെസിപ്പിയാണ്. പരിപ്പും പിന്നെ ബോട്ടിൽ ഗാർഡും ചേർത്തിട്ടുള്ള പരിപ്പേറിയുടെ റെസിപ്പി. ഇതാണ് കേട്ടോ ബോട്ടിൽ ഗാർഡ്. ഇതിന് മലയാളത്തിൽ ഞാൻ ചെക്ക് ചെയ്തപ്പം ചുരക്ക എന്നാണ് കണ്ടത്. ഇൻ കേസ് അത് പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം എനിക്ക് എക്സാക്ട് അറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. കന്നഡയിൽ ഇതിന് സോരക്കായ് എന്ന് പറയും. അത് മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അത് ഞാൻ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ സോരക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള തക്കാളി. കുറച്ച് കരിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി, പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പരിപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 3/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പരിപ്പില്ലേ, അതാണ്. നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് പരിപ്പിന് മുകളിലേക്ക് വേണ്ട കേട്ടോ. പരിപ്പിന്റെ ആ ഒരു ലെവലിലേക്ക് മതി. പരിപ്പിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ ആ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇത് അടച്ചു വെച്ച് മിനിമം ഒരു 4 തൊട്ട് 5 വിസിൽ വരെയെങ്കിലും വരണം. ഒരു മിനിമം 4 വിസിലെങ്കിലും വേണം കേട്ടോ. ഞാനിപ്പോൾ 4 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കുക്കറിനനുസരിച്ച് മിനിമം ഒരു 4 തൊട്ട് 5 വിസിൽ അടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ട്. എന്നാൽ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തവി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് ഉടച്ചെടുക്കാം. ഇൻ കേസ് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ വിടാം. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. 1-2 കായൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുളിവെള്ളമാണ്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് പുളിവെള്ളം മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് പുളിയുടെ ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് കറി കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. പക്ഷെ പൊതുവേ ഈ കറി കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. നല്ലതുപോലെ തിളക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരണം, കാരണം നമ്മൾ പുളിയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് വെച്ചാൽ മാത്രം മതി, നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ തൊലി കളയാതെ നല്ലതുപോലെ കഴുകിയെടുത്ത വെളുത്തുള്ളി അതൊന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ലാസ്റ്റിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ജീരകം കൂടി ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജീരകം ചേർക്കാം, ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് അധികം മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പരിപ്പ് കറി റെഡി. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഈ കായ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് വെറും പരിപ്പ് കറിയായിട്ട് മാത്രം ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് ചേന ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പച്ചക്കായ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, വാഴക്കയില്ല അത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് അതും. ഏകദേശം അതുപോലൊക്കെ തന്നെ, എന്നാൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ടും അല്ല, എന്നാൽ ഭയങ്കര തിക്കായിട്ടും അല്ല, അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മാത്രം പുളിവെള്ളം, ഇത്രയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ചേന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചേന ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 3 തൊട്ട് 4 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കോരി മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇൻ കേസ് നല്ല വേവുള്ള ചേനയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് വേവിക്കാം. ഇതിപ്പോൾ അത്രയൊന്നും ഇല്ല, നല്ല സോഫ്റ്റ് ചേനയാണ്, അതുകൊണ്ട് 3-4 മിനിറ്റ് മതി. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറും, 1 ടീസ്പൂൺ നല്ല എരിവുള്ള പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, കുറച്ച് നാരങ്ങ നീര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരപ്പ് പോലെ ആക്കി എടുക്കണം. നമ്മൾ സാധാരണ മീൻ ഫ്രൈന് വേണ്ടിയിട്ടൊക്കെ അരപ്പ് ഉണ്ടാക്കില്ലേ, അതുപോലെ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട, എന്നാൽ ഭയങ്കര തിക്കായി പോകണ്ട. അപ്പോൾ അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നമുക്ക് പെരട്ടുന്ന രീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം അത്യാവശ്യം തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇതാകുമ്പോൾ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ ഈസിയാണ്. ചേനയിൽ നന്നായിട്ട് മസാല പിടിച്ച് നിന്നോളും. ഭയങ്കര ലൂസായി പോയിട്ടുണ്ടെങ്കിൽ തേച്ച് പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പൊടികളുടെ അളവ്
അളവ് ഞാൻ എടുത്തേക്കുന്ന ചേനയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഇത് നമുക്ക് തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് എപ്പോഴാണോ വേണ്ടത് അന്നേരം എടുത്ത് ഫ്രൈ ചെയ്താലും മതി. ഇതായിപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ എങ്ങനെയാണോ മീൻ വറുത്തെടുക്കുന്നത് അതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കരിവേപ്പിലൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ടേസ്റ്റും കൂട്ടും. പിന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് അധികം സമയമൊന്നും എടുക്കില്ല. നമ്മൾ മീൻ ഫ്രൈ ചെയ്തില്ല അത്ര പോലും വേണ്ടി വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. പിന്നെ ഓൾറെഡി ചേന വെന്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് അടിപൊളിയല്ലേ കാണാനായിട്ട്, ടേസ്റ്റും അടിപൊളിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ചേന ഇഷ്ടമല്ലെങ്കിൽ പച്ചക്കായ വെച്ച് ചെയ്ത് നോക്കൂ. അതും ഇല്ലെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ വെച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് കോളിഫ്ലവറും ഗ്രീൻ പീസൊക്കെ വെച്ചുണ്ടാക്കിയ മസാലക്കറിയുടെ റെസിപ്പിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയും നല്ല ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. ഞാനിപ്പോൾ ദോശയുടെ കൂടെയാണ് കൊടുത്തു വിട്ടത്. പക്ഷേ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ഡിഷാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വെള്ളം ചൂടാക്കാൻ വെച്ചു. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കോളിഫ്ലവർ എടുത്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കോളിഫ്ലവറിന് ഒരു റോ സ്മെല്ലുണ്ടല്ലോ, അത് ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അന്നേരം കോളിഫ്ലവറിൻ്റെ ആ റോ സ്മെല്ല് അങ്ങ് പോകും. ഒരു 90% സ്മെല്ലും പോകും. ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് നേരെ മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്ത്, മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് അത്യാവശ്യം മാറി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തേക്കുന്ന പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അതും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണേ. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് അവിടെ ചേർക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നോളും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഉടഞ്ഞു വന്നാൽ മതി. അപ്പോൾ അതുവരെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർത്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഫ്രോസൺ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി അതും ഇല്ല, ഫ്രഷ് ഗ്രീൻ പീസും ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഒരു നിർബന്ധവും ഇല്ല, ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഗ്രീൻ പീസിന് അധികം വേവൊന്നുമില്ല, എന്നാലും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്നില്ലേ കോളിഫ്ലവർ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ ഫ്രൈ ചെയ്യാതെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. കോളിഫ്ലവർ ചെറിയ ഇങ്ങനെ ഫ്ലോറേറ്റ്സ് ആയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഭയങ്കര വലിയ പീസസ് ആയിട്ടൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് എന്താ പറയുക, ഒരു റോസ്റ്റ് ആയി കിട്ടുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. കോളിഫ്ലവർ ഓൾറെഡി വെന്തിട്ടുണ്ട്, പക്ഷേ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലാസ്റ്റിൽ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി. ഇതൊരു കിഡു റെസിപ്പിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ തന്നെ ദോശയ്ക്കൊക്കെ പറ്റിയൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.